സമയമാണ്. വിശ്വസ്ത സാക്ഷിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും അഭിവാദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിനായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ത്രിയേക ദൈവത്തിൻ്റെ ആസ്തിക്യത്തിനായി, അസ്തിത്വത്തിനായി അവിടുത്തെ വാഴ്ത്തുന്നു. നമുക്കിന്നും ഇങ്ങനെ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. സ്തോത്രം. നിങ്ങളും ദൈവവചനത്തോട്, ദൈവസന്നിധിയോട് കാണിക്കുന്ന ആദരവിന് പ്രതിഫലങ്ങളെ കർത്താവ് തരുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ സമശിഷ്ടങ്ങളൊക്കെ പലരും പലവിധമായ കഷ്ടങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവരെ ദയവായി പ്രാർത്ഥനയിൽ ഓർത്താലും, സിമ്പതി മാത്രമല്ല എമ്പതിയും കൂടെ ഉള്ളവരായി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണല്ലോ. മലയാളത്തിൽ സഹതാപം എന്നേ അതിന് രണ്ടിനും അർത്ഥമുള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ മനസ്സലിവുള്ളവരായി നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ 1-ാം വാക്യത്തിലെ ചിന്തകൾക്ക് ഒരു വിരാമമിട്ടു. ഇന്ന് അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ 1-ാം വാക്യത്തിൻ്റെ മുഖവരികൾ കൂടാതെ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വായിച്ചാലോ? മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. സ്തോത്രം. നമ്മൾ പഠനാർത്ഥമാണ്, അല്ലെങ്കിൽ പഠന സൗകര്യാർത്ഥമാണ് ഓരോരോ വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നത്. അല്ലെങ്കിൽ ഈ 3-ാം അധ്യായം മുഴുവനുമായി നമുക്ക് അങ്ങനെ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു ഭാഗമായിട്ടെടുത്ത് ചിന്തിക്കാം. Hebrews 3:1-6 can be a first part we will learn together with. അതിൽ നാം ഓരോരോ വാക്യങ്ങളെ എടുത്ത് നോക്കുകയാണ്. നമ്മളിവിടെയൊക്കെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 3:1 തന്നെ നമ്മൾ യേശുവിനെ അപ്പോസ്തലനായും മഹാപുരോഹിതനായും കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ യേശു ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ യേശുവിനെ ഏറ്റുപറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അടുത്ത ഒരു പേരുണ്ട്, വിശ്വസ്തൻ. ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന യേശു. ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന യേശു.
This is another name, another identity of Jesus in verse number 2. Faithful. യേശുവിനെ വിശ്വസ്ത സാക്ഷി, ഞാൻ വന്ദനം പറഞ്ഞപ്പോൾ ആ ഭാഗമാണ് ഉദ്ധരിച്ചത്. വിശ്വസ്ത സാക്ഷിയും എന്ന് നമ്മുടെ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിച്ചതാണ്. ഒന്നും കൂടെ അതിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കണ്ടോ, അവിടെ യേശുക്രിസ്തുവിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത് വിശ്വസ്ത സാക്ഷി, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. 2-3 അധ്യായങ്ങളിൽ സഭകളെ സംബോധന ചെയ്യുമ്പോൾ വീണ്ടും ചിലയിടത്തൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അത് നാം വെളിപ്പാട് പുസ്തകം 1-5 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തു വിശ്വസ്തൻ എന്ന നിലയിൽ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ്, മറ്റൊരു പരിചയപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്, വിശ്വസ്ത സാക്ഷി. വിശ്വസ്തനായ 2:17 കൂടെ വായിച്ചോളൂ. എബ്രായ ലേഖനം 2:17 കൂടെ, 2:17. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടത്. യേശുക്രിസ്തുവിനെ അവിടെ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം പഠിക്കാൻ ബാക്കിയാണ്. യേശുക്രിസ്തുവിന് മഹാപുരോഹിതൻ എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ അത് നമ്മൾ പഠിച്ചില്ല, എടുത്തില്ല. അതിലൊന്നാണ് ഇവിടെ വിശ്വസ്ത മഹാപുരോഹിതൻ. അപ്പോൾ ക്രിസ്തുവിന് ബൈബിളിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും കൊടുത്തിട്ടുള്ള ഒരു പേരാണ് വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾ. സ്തോത്രം. വിശ്വസ്തൻ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 9 തൊട്ടൊന്ന് വായിച്ചോളൂ. 2 തിമോത്തി 2:9 ഫോളോയി. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകും. സ്തോത്രം. നമുക്ക് പരിചയമുള്ളതും നമ്മൾ പല സമയത്തും ഉരുവിടുന്നതുമായ ചില വാക്യങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും കർത്താവ് വിശ്വസ്തനായിട്ട് തന്നെ പാർക്കുന്നു. അതിനു മുമ്പൊരു കാര്യം പറഞ്ഞു, നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ കർത്താവ് നമ്മളെ തള്ളിപ്പറയും. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിൻ്റെ വിളിയെയും രക്ഷയെയും ഒക്കെ നിരസിക്കാം. അങ്ങനെ ഒരാൾ നിരസിക്കുകയാണെങ്കിൽ അവനെയും അല്ലെങ്കിൽ അവരെ കർത്താവും നിരസിക്കും, അല്ലെ തള്ളിക്കളയും.
അതേ ശൈലിയിൽ, അതേ ടോണിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ അവിശ്വസ്തരായി തീർന്നാൽ അവനും നമ്മളോട് അവിശ്വസ്തത കാണിക്കുമെന്ന ആ ടോണിൽ പറഞ്ഞു വരേണ്ടത്. പക്ഷേ അങ്ങനെ പൗലോസ് പറഞ്ഞില്ല. നേരെ തിരിച്ചു പറഞ്ഞു. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും കർത്താവ് നമ്മളോട് വിശ്വസ്തനായിട്ട് തന്നെ പാർക്കും. അതിന് കാരണം എന്താ? തന്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന് ദൈവമല്ലാതെയാകാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്ക് ആരുമാകാം. സങ്കീർത്തനത്തിലൊരു വാക്യം ഉണ്ടല്ലോ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? കേട്ടിട്ടുണ്ടല്ലോ, എന്തും ചെയ്യുമെന്ന്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ തിരുവെഴുത്ത് ചോദിക്കുന്നു, നീതിമാൻ എന്തു ചെയ്യും? ഉത്തരം നമ്മൾ കൊടുക്കാറുണ്ട്, എന്തും ചെയ്തു കളയും. പലരും ജീവിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് പറയാറ്. പക്ഷേ ദൈവം അങ്ങനെയാകുന്നില്ല. സ്തോത്രം. നമ്മൾ എന്തുമായി കളയും, എങ്ങനെയും ഇടപെടും ആരോടും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ചില മാന്യന്മാര് അവർക്കെതിരെ മറ്റുള്ളവരെ ചെളിവാരി എറിയുമ്പോൾ, ഒത്തിരി ദോഷാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അങ്ങനെ ചുമ്മാതെ നിസ്സംഗതയോട് നിൽക്കും. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്ക് അവരെ പോലെ ആയിക്കൂടാ, അവരെ പോലെ ആകാൻ എനിക്ക് പറ്റത്തില്ല. അവർക്കെന്തും പറയാം, പക്ഷേ എനിക്കങ്ങനെ ആയിക്കൂടാ അവരെ പോലെ. അപ്പം നമുക്ക് എന്തുമാകാം. മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെയും പാപം ചെയ്യാം, അവിശ്വസ്തരാകാം, അനീതി ചെയ്യാം. പക്ഷേ ദൈവത്തിന് ഒരിക്കലും അത് പറ്റില്ല. പല ആവർത്തി ബൈബിളിൽ പറയുന്ന കാര്യമാണ്, ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം തന്നെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പൊന്ന് വായിച്ചായിരുന്നു. മഹാപുരോഹിതന്മാരെ ആണയോടുകൂടെ ദൈവമാക്കുന്ന യേശുക്രിസ്തുവിനെ ആണയോടുകൂടെ പുരോഹിതനാക്കുന്ന വിഷയത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നിന്നും വായിച്ചു. ദൈവത്തിന് കഴിയാത്ത 2 കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. മാറിപ്പോകാൻ കഴിയത്തില്ല, ഭോഷ്ക് പറയുവാനും കഴിയത്തില്ല. സാധ്യമല്ല. ദൈവം പറഞ്ഞതിൽ നിന്ന് മാറിപ്പോകത്തില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമർ 11:29 നിന്നും വായിച്ചത്. ദൈവം തൻ്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ല എന്ന്. സ്തോത്രം. അപ്പം ഒരുവൻ അവിശ്വസ്തനായി തീർന്നു എന്ന് കരുതി, ഒരുവൻ പാപം ചെയ്തു എന്ന് കരുതി, ദൈവം ആ വ്യക്തിയോട് അവിശ്വസ്തത കാണിക്കുന്നില്ല. പക്ഷേ അവന് വേണമെങ്കിൽ ദൈവത്തിൽ നിന്നും താനേ അകന്നു പോകാം. അവൻ്റെ ഉത്തരവാദിത്വത്തിലാണത് വരുന്നത്. അപ്പൊ ദൈവം വിശ്വസ്തനായി തുടരുന്നു. യേശുക്രിസ്തുവിനെ ഇവിടെ വിശ്വസ്തനെന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് പറഞ്ഞു. എബ്രായ ലേഖകൻ 2:17 യേശുക്രിസ്തുവിനെ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു.
ഇവിടെ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 3-ന്റെ 2-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശുശ്രൂഷകൻ എന്ന അവസ്ഥ മാറുകയാണ്. ഇവിടെ തുടക്കം ഒരു ആമുഖമിടുകയാണ് ലേഖകൻ. മോശയെ ഏറ്റവും വലിയ മനുഷ്യനായി കാണുന്ന യഹൂദന്മാരോട് മോശയേക്കാൾ വലിയവനായ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ നല്ല ഒരു ശൈലിയോടുകൂടെയാണ് ഈ ലേഖകൻ ക്രിസ്തുവിനെ അവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം യേശുവിനെയും മോശയെയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി. മോശ, 3-ാം വാക്യം കൊണ്ട് വായിച്ചട്ടെ. മോശ ദൈവഭവനത്തിൽ ഒക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവും വിശ്വസ്തനാകുന്നു. ആരോട്? തന്നെ നിയമിച്ച് ആക്കിയവനോട്. സ്തോത്രം. 2:17 ക്രിസ്തുവിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും കൂടെ വായിച്ചാട്ടെ. 2:17. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന്. ദൈവകാര്യങ്ങളിൽ യേശു വിശ്വസ്ത മഹാപുരോഹിതൻ. ഇവിടെ 3-ന്റെ 2-ലും 3-ലും നമ്മൾ വായിക്കുന്നു, തന്നെ നിയമിച്ച് ആക്കിയവനോട് യേശു വിശ്വസ്തൻ. സ്തോത്രം. തന്നെ നിയമിച്ച് ആക്കിയവനോട്. സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ യേശുവിനെ വിശ്വസ്തനെന്നാണ് കാണുന്നത്. വിശ്വസ്തനെന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വർതി, നമ്പാൻ കൊള്ളാവുന്നവൻ. ഹു വിൽ നോട്ട് ചീറ്റ്, വഞ്ചിക്കാത്തവൻ, കാലുവാരാത്തവൻ, കാലുമാറാത്തവൻ. സ്തോത്രം. എന്തു വില കൊടുക്കേണ്ടി വന്നാലും വാക്കു പാലിക്കുന്നവൻ. ഏൽപ്പിച്ചത് എന്തു വില കൊടുത്തും നിവർത്തിക്കുന്നവൻ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ആ പുള്ളിയെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്തു തരും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശത്തായാലും സ്വദേശത്തായാലും ജോലിക്ക് വേണ്ടി ഒത്തിരി കൺസൾട്ടൻസീസ് ഉണ്ട്, ഒത്തിരി ഏജൻസികളുണ്ട്, പല ഓഫീസുകൾ, സംഘടനക്കാർ ഒക്കെ ഉണ്ട്. പക്ഷെ ചിലര് കാശും കൊണ്ട് മുങ്ങും, ചിലര് വളരെ വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞങ്ങളുടെ ജോസി ഡെൻമാർക്കിന് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ചില ലക്ഷങ്ങൾ ഏജൻസിന് കൊടുത്തു. അവൾ മാത്രമല്ല, അവളെപ്പോലെ മറ്റു പല കുഞ്ഞുങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വീസ റിജക്റ്റ് ചെയ്ത കാര്യം നമ്മളൊക്കെ അറിഞ്ഞതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുമാണ്. എൻ്റെ അറിവനുസരിച്ച് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വാക്ക് പറഞ്ഞിരുന്ന ഏജൻസിക്കാർ മാത്രമാണ് പണം തിരികെ കൊടുത്തത്. അവരുടെ ഒരു ചെറിയ ഫീസ് കട്ട് ചെയ്തു.
ബാക്കി പണമൊക്കെ തിരിച്ചു കൊടുത്തു. ബാക്കി അറിഞ്ഞത് വേറെ ഒരു ഏജൻസിക്കാരും കൊടുത്തിട്ടില്ലെന്ന പൈസ. എന്നിട്ട് ആ ഏജൻസിക്കാർ തന്നെയാണ് അടുത്ത ഒരു ഓപ്ഷൻ പറഞ്ഞ് അവളെ ദുബൈക്ക് കൊണ്ടുപോയതും മിനിയാന്ന് ജോലിക്ക് കയറിയതും. അങ്ങനെ വന്നപ്പോൾ ആ ഏജൻസിക്കാരെ കുറിച്ച് നമുക്കൊരു മതിപ്പ് വന്നു. ഇങ്ങനെയെങ്ങാനും വല്ല പ്രയാസം നേരിട്ടാലും നമുക്ക് നഷ്ടമുണ്ടാവില്ല, അവർ നമ്മളെ വഞ്ചിക്കത്തില്ല, കബളിപ്പിക്കത്തില്ല. അതേസമയം കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഞാൻ പത്രത്തിൽ വായിച്ചു, കേരളത്തിലെ കാര്യമാ, ഒരു യൗവനക്കാരത്തിയായ സഹോദരിയെ പോർച്ചുഗലിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചില ലക്ഷങ്ങൾ വാങ്ങി കയറ്റിവിട്ടു. അങ്ങ് ചെന്നപ്പോഴറിഞ്ഞത് 11 ലക്ഷം രൂപയ്ക്ക് പോർച്ചുഗലിലേക്ക് ആ സ്ത്രീയെ ഈ ഏജൻസിക്കാർ വിൽക്കുകയായിരുന്നു എന്ന്. കേരളത്തിലെ കാര്യമാണ്. ഇതൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ വിൽക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള ചില വീടുകളിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം ഭർത്താവ് തന്നെ ഈ ഭാര്യയെ കൊണ്ടുപോയി വിൽക്കുന്നത് അവിടെയൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഇപ്പോഴും നടക്കാറുണ്ട്. പേപ്പറിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സംഭവമുണ്ട്. പക്ഷെ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. ആ ഒരു ഏജൻസിയെക്കുറിച്ച് ഇനി അവർ ശരിയായിട്ട് വന്നാൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. എന്ന് വെച്ചാൽ അവർ വിശ്വസ്തരല്ല, നമുക്ക് നമ്പാൻ കൊള്ളാവുന്നവരല്ല. അവർ നമ്മളെ കബളിപ്പിക്കും, കാലുവാരും. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് തിരുവെഴുത്ത് ഉടനീളം പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവിനെ വിളിക്കുന്നത് വിശുദ്ധനും സത്യവാനുമെന്ന. സ്തോത്രം. വിശുദ്ധനും സത്യവാനും. കർത്താവ് തന്നെ പറഞ്ഞത് ഐ ആം സെയിങ്സിൽ, ഞാനാകുന്നുവെന്ന പ്രഖ്യാപനത്തിൽ കർത്താവ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും നമ്മുടെ കർത്താവാകുന്നു എന്ന്. ഐ ആം ദ ട്രൂത്ത്. സ്തോത്രം. പൗലോസ് ഇതേപ്പറ്റി പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായത്തിലുണ്ടല്ലോ, 19-ാമത്തെ വാക്യം. 2 Corinthians 1:19. ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. സ്തോത്രം. വിശ്വസ്തൻ. നമുക്ക് വിശ്വസിക്കാം. കർത്താവിനെ വിശ്വസിക്കാം, കർത്താവിലും നമുക്ക് വിശ്വസിക്കാം. We can trust in him. We can trust him as well. കർത്താവിനെയും കർത്താവിലും വിശ്വസിക്കാം. കർത്താവിനെ എന്ന് പറഞ്ഞാൽ whatever he claims, whatever he promises, whatever he says, whatever he claims to be. കർത്താവിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഹി ഈസ്, എന്തായിരിക്കുന്നുവോ കർത്താവിനെ വിശ്വസിക്കാം. കർത്താവ് പറഞ്ഞത്, പറയുന്നത്, വാഗ്ദത്തം ചെയ്യുന്നത് അങ്ങനെയേ നമുക്ക് ഉൾക്കൊള്ളാം, വിശ്വസിക്കാം. കർത്താവിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആളത്വത്തിൽ നമുക്ക് വിശ്വസിക്കാം.
ഇത് രണ്ടും നമുക്കാകാം. സ്തോത്രം. വാട്ട് ഹി ഈസ്. ചിലർ പറയും, അയാളൊരു പോലീസുകാരനാ. ശരിയാ, അയാളൊരു പോലീസുകാരനാ. നമുക്കതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാം. അയാൾ പോലീസുകാരനാണെങ്കിലും പക്ഷേ ചിലപ്പോൾ വഞ്ചകനാകാം. അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, UP-യിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വർഷങ്ങളായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹിച്ച് നടന്ന ഒരു ചെറുക്കനും പെണ്ണും. ഒടുവിൽ ആ ചെറുക്കന് പോലീസിൽ ജോലി കിട്ടി. അയാൾ പോലീസുകാരനായി. അയാൾക്ക് നിയമനം അയാളുടെ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 8-10 മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട ദൂരസ്ഥലത്ത് കിട്ടി. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹിച്ച് നടന്ന പെണ്ണിനെ വിട്ടു. അവൾ ഇവനൊക്കെ പിടിക്കുകയായിരുന്നു. തപ്പിപ്പിടിച്ച് ഇവൻ ജോലി ചെയ്യുന്നിടത്ത് വന്നു. പ്രശ്നമായി. ഏതായാലും പോലീസുകാർ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവള് പറഞ്ഞതാണ് സത്യം എന്നും അറിഞ്ഞിട്ട് വീട്ടുകാരോടും പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു വിട്ടു. അയാളൊരു പോലീസുകാരനാ, പക്ഷേ താൻ പറഞ്ഞ വാക്കുകൾ മാറി അവിശ്വസ്തത കാണിച്ചു. എന്നാൽ യേശുക്രിസ്തു ഇത് രണ്ടും അല്ല. നമുക്കതുകൊണ്ട് യേശുവിലും യേശുവിനെയും വിശ്വസിക്കാം. വിശ്വസിക്കുക മാത്രമല്ല, ആശ്രയിക്കാം. ഇറ്റ്സ് നോട്ട് ഓൺലി ബിലീവിങ് ബട്ട് റാദർ ട്രസ്റ്റിംഗ്. പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ഹിം. സ്തോത്രം. നമുക്ക് പൂർണ്ണമായും നമ്മുടെ കർത്താവിനെ ആശ്രയിക്കാം. ഇവിടെ അതാണ് പറയുന്നത്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ച് ആക്കിയവനോട് വിശ്വസ്തൻ ആയിരിക്കുന്നു. സ്തോത്രം. 3:1 നമുക്ക് ഓർമ്മയുണ്ടല്ലോ. യേശു മഹാപുരോഹിതൻ. മുമ്പോട്ടുള്ള അധ്യായങ്ങളെയും കൂടെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് മഹാപുരോഹിതനാണ് യേശു. മാത്രമല്ല, പഴയ നിയമ മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് പറഞ്ഞപ്പോൾ അവിടെ സത്യത്തിൽ എബ്രായ ലേഖകൻ ആരോടാണ് യേശുവിനെ തുലനം ചെയ്തത്? നിങ്ങളും കൂടെ ഒന്ന് വന്നാൽ നല്ലതാ. മോശ അല്ല, മൽക്കീസെദെക്ക്. നോ. അഹരോൻ. പഴയ നിയമ മഹാപൗരോഹിത്യത്തെക്കാൾ യേശുവിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠം. അപ്പോൾ അവിടെ തുലനം ചെയ്തത് അഹരോനുമായിട്ടാണ്. In chapter 3 verse 1, the writer described Jesus as apostle. And from the following chapters, we saw that Christ's high priesthood was or is superior to that of the Old Testament. When Jesus was compared as and proved as superior to
The Old Testament priesthood, it was with Aaron Jesus was compared. But Jesus is similar to Melchizedek, superior to Aaron's high priesthood. അപ്പോൾ ഒന്നാം വാക്യത്തിൽ യേശുവിനെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ് ശ്രേഷ്ഠനാക്കിയപ്പോൾ അഹരോനും മുകളിലാണ് യേശു എന്നവിടെ സ്ഥാപിച്ചു. അഹരോൻ മഹാപുരോഹിതനായിരിക്കുന്നെങ്കിൽ ഒന്നാം വാക്യത്തെ തന്നെ നമുക്ക് രണ്ടാം വാക്യത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവിനെ അപ്പോസ്തോലനെന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഇസ്രായേലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആരായിരുന്നു അപ്പോസ്തോലൻ? മോസസ്. ദൈവം പ്രത്യേകാൽ മോശയെ അയച്ചു, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി, ദൈവത്തിൻ്റെ പകരക്കാരനായി. അപ്പോൾ അച്ചാച്ചനെയും അനിയനെയും കൂടെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിട്ട് രണ്ടാം വാക്യം മുതൽ അത് കുറച്ചുകൂടെ പേരെടുത്തു പറഞ്ഞ് അപ്പോസ്തോലൻ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി. പൗരോഹിത്യത്തിൽ അഹരോനേക്കാൾ യേശു ശ്രേഷ്ഠൻ, അപ്പോസ്തോലത്വത്തിൽ മോശയേക്കാൾ യേശു ശ്രേഷ്ഠൻ. ഇതാണ് ഒന്നാം വാക്യത്തിൽ ക്രോഡീകരിച്ച് അപ്പോസ്തോലൻ പറഞ്ഞത്. രണ്ടാം വാക്യം മുതൽ വിശദീകരണമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളാം. സ്തോത്രം. അപ്പോൾ യേശു വിശ്വസ്തൻ. എവിടെ? ദൈവ ഭവനത്തിൽ. ആരോട്? തന്നെ നിയമിച്ച് ആക്കിയവനോട്. സ്തോത്രം. തന്നെ നിയമിച്ചാക്കിയവനോട്. അത് നമുക്കറിയാം, പിതാവായ ദൈവത്തോട് ആയിരുന്നുവെന്ന്. സ്തോത്രം. അപ്പോൾ മോശ ദൈവഭവനത്തിൽ ഒക്കെ. എന്താ ഇവിടെ ഭവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭവനം ഒരു കെട്ടിടമാണോ? അല്ല. ഇവിടെ പറയുന്ന ഭവനം ഒരു കെട്ടിടമല്ല, ഒരു കെട്ടിടമല്ല. പിന്നെന്താ? ഒരു വ്യവസ്ഥിതിയാ, എ സിസ്റ്റം, നോട്ട് എ ബിൽഡിംഗ്. സ്തോത്രം. ഹൗസ് ഓഫ് ഗോഡ് ഹിയർ ഈസ് നോട്ട് എ ബിൽഡിംഗ്. ഇവിടെ ദൈവഭവനം ഒരു കെട്ടിടമല്ല. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നത് കേവലം സമാഗമന കൂടാരം എന്ന ഒരു ക്രമീകരണത്തിൽ മാത്രമായിട്ട് കരുതരുത്. തീർച്ചയായും ആ ഒരർത്ഥം ഒന്നാമതായിട്ടുണ്ട് അതിന്. ദ ടെന്റ് ഓഫ് മീറ്റിംഗ്, ദ ടാബർനാക്കിൾ, സമാഗമന കൂടാരം എന്ന് അതിന് പ്രാഥമികമായ അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രാഥമികമായ അർത്ഥം അങ്ങനെയുണ്ട്. പക്ഷേ ആത്യന്തികമായും മോശ വിശ്വസ്തനായിരുന്നത് ആ ഒരു ചെറിയ ടെന്റിനകത്ത്, കൂടാരത്തിനകത്ത് മാത്രമായിരുന്നോ? അല്ല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമേൽപ്പിച്ച സകല കാര്യങ്ങളിലും മോശ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ ഭവനം എന്നതുകൊണ്ട്
കേവലം സമാഗമന കൂടാരമോ ദേവാലയമോ ആയി മാത്രം അതിനെ കാണരുത്. പകരം അതിനെ ഒരു വ്യവസ്ഥിതിയായി കാണണമെന്ന് പറഞ്ഞത്. സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്തേണ്ടതിന്, ദൈവത്തിൻ്റെ ഇഷ്ടം നടത്തേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ച മനുഷ്യരും അവരുടെ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇവിടെ ദൈവഭവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കെട്ടിടം അല്ല. സ്തോത്രം. അത് നമുക്ക് അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. 6-ാമത്തെ വാക്യം. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ആണോ? തീർന്നില്ലല്ലോ, വായിക്കും മൊത്തം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. നാം തന്നെ അവന്റെ ഭവനമാകുന്നു. കണ്ടോ, ഒരു കെട്ടിടമല്ല, ഒരു കെട്ടിടമല്ല ഇവിടെ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞത്. പകരം ദൈവത്തിൻ്റെ ഹിതമെല്ലാം നടപ്പിലാക്കേണ്ട ഒരു ക്രമീകരണം. A preparation or a system where God's will is to be implemented. God's pleasure should be explicited. Not a particular place, not a geographical area, not a piece of construction. ഇവിടെ ദൈവത്തിൻ്റെ ഭവനം ഒരു കെട്ടിടമോ ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലമോ ഒന്നുമല്ല. പകരം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടേണ്ട, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു ക്രമീകരണമാണ്, ഒരു വ്യവസ്ഥിതിയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോഴത്തേക്ക് അതൊന്ന് പറഞ്ഞു വിട്ടു എന്നേ ഉള്ളൂ. സ്തോത്രം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. ലളിതമായി പറഞ്ഞാൽ കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മൾ ഒടുക്കം വരെ മുറുകെ പിടിച്ചുകൊണ്ടാൽ. 2-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാതെ ഇരുന്നാൽ എന്നർത്ഥം. 3-6 വാക്യത്തിൻ്റെ അർത്ഥം അതാ. സ്തോത്രം. നാം വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ വിശ്വസ്തനായ കർത്താവിൽ അന്ത്യം വരെ ആശ്രയിച്ചാൽ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ഭവനം. നമ്മിൽ ദൈവത്തിൻ്റെ ഹിതമെല്ലാം നിറവേറും. ദൈവം തൻ്റെ പദ്ധതികളെല്ലാം നമ്മിൽ ഓരോരുത്തരിലും നിവർത്തിക്കും. അപ്പോൾ ദൈവഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നു. മോശയെക്കുറിച്ച് ഒരു വ്യക്തി പഠനത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നില്ല. അങ്ങനെ പോയാൽ സമയം നമ്മുടേത് ഒത്തിരി പോകും. നമുക്കറിയാം മോശയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ. സ്തോത്രം. ദൈവം മോശയെ ജനനം മുതൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി തയ്യാറാക്കി, പരിശീലിപ്പിച്ച്, സമയമായപ്പോൾ മോശയെ ദൈവം വിളിച്ച് മാറ്റി നിർത്തി അഭിഷേകം ചെയ്ത്
തൻ്റെ പദ്ധതി നിവർത്തിച്ചു. സ്തോത്രം. തൻ്റെ പദ്ധതി നിവർത്തിച്ചു. ഏൽപ്പിച്ച എല്ലാ കാര്യത്തിലും മോശ വിശ്വസ്തയോടെ, പ്രത്യേകിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവത്തോട് വിശ്വസ്തനായിരുന്നപ്പോൾ മനുഷ്യർ പലരും കരുതി തങ്ങളോട് മോശ വിശ്വസ്തൻ അല്ലെന്ന്. ചേട്ടനും ചേച്ചിയും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ കരുതി. അഹരോനും മിരിയാമും ഉൾപ്പെടെയുള്ളവർ, അവർ പോലും ഒരു ഘട്ടത്തിൽ മോശയോട് എതിർത്ത് നിന്നു. ഒറ്റ കാരണത്താൽ, മോശ തന്നെ നിയമിച്ചാക്കിയവനോട് വിശ്വസ്തനായിരുന്നു. ആ ഒറ്റ കാരണത്താൽ. എന്നാലും ശരി, മോശ മാറിയില്ല. സ്തോത്രം. മോശ തൻ്റെ ഭാര്യയെ തൻ്റെ സഹോദരങ്ങളൊക്കെ കൂടെ ആക്രമിച്ചപ്പോഴും, എതിർത്തപ്പോഴും, കുറ്റം പറഞ്ഞപ്പോഴും, എന്നെ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയെ പറയുന്നൊന്നും ചോദിച്ച് മോശ ദൈവകാര്യങ്ങളിൽ അവിശ്വസ്തത കാണിച്ചില്ല. ദൈവത്തോടും ഇവരോടും മോശ വിശ്വസ്തയോടെ നിന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ആദ്യം, രണ്ടാം വാക്യമല്ല ആത്യന്തികമായിട്ടുള്ളത്, താഴോട്ടുള്ള വാക്യങ്ങളാണ്. 2ഉം 3ഉം വാക്യങ്ങൾ വെറുമൊരു മുഖവുരയാ. അടുത്ത ശരിയായ കാര്യം പറയാൻ വേണ്ടി ലേഖകൻ വരുമ്പോൾ കേൾക്കാൻ വേണ്ടി വായനക്കാരെ ഒന്ന് ഒരുക്കിയെടുക്കുന്നത് മാത്രമാണ് 2ഉം 3ഉം വാക്യങ്ങൾ. യഥാർത്ഥ സന്ദേശം അതിന് ശേഷം. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു വിശ്വസ്തൻ. ഓർമ്മ കാണും, നമ്മൾ തൃത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഏതാണ്ട് 22ഓളം പ്രകൃതങ്ങളെപ്പറ്റി പഠിച്ചു. When we were learning about the Trinity, we learned about God's attributes, some about 22. Among them, one was faithfulness of God. God is faithful. ആ 22 ദൈവീക പ്രകൃതങ്ങളെ അഥവാ സ്വഭാവങ്ങളെപ്പറ്റി പഠിച്ചതിൽ ഒന്നാണ് ദൈവം വിശ്വസ്തനാകുന്നു എന്നുള്ളത്. യേശുക്രിസ്തു വിശ്വസ്തനാണ് എന്ന് പറഞ്ഞതിലൂടെ ഇവിടെ ഒരു കാര്യം ലേഖകൻ ഉറപ്പിക്കുകയാണ് എബ്രായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ. എന്താ? ഇഫ് ജീസസ് ഈസ് ഫെയ്ത്ത്ഫുൾ, then he is just like Moses, and rather Jesus is God himself, because in Jewish understanding, God is the one who is faithful. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ യഹൂദ ചിന്താഗതിയിൽ ദൈവം മാത്രമേ ഉള്ളൂ. യേശു വിശ്വസ്തൻ എന്ന് പറയുന്നതിലൂടെ എബ്രായ ലേഖനകർത്താവ് എബ്രായരോട് പറഞ്ഞു വെക്കുകയാണ്, യേശു നിങ്ങൾ കരുതുന്നത് പോലെ വെറും ഒരു മനുഷ്യനല്ല. ആദ്യം പറഞ്ഞു നിങ്ങളുടെ മോശയെപ്പോലെയൊക്കെ തന്നെയാ. അപ്പോൾ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മോശ. അപ്പോൾ ആ ഒരു ബഹുമാനം യേശുവിനും കൂടെ കിട്ടണം, നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു വെക്കുന്നു, അല്ല, അവനേക്കാൾ, മോശയേക്കാൾ വലിയവനാണ് യേശു. അങ്ങനെയാണെങ്കിൽ യേശു ഏത് നിലവാരത്തിലേക്ക് വരും? വിശ്വസ്തൻ. സ്തോത്രം. ജീസസ് ഈസ് ഗാഡ് ഹിംസെൽഫ്.
യഹൂദ ചിന്താഗതിയിൽ ദൈവമാണ് വിശ്വസ്തൻ. 89 സങ്കീർത്തനത്തിൽ നാം അത് കാണുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഡ്യൂട്ടണോമി 7:9, ആവർത്തനം 7:9 ഒന്ന് വായിക്കാം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. സ്തോത്രം. സത്യദൈവം എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഫെയ്ത്ത്ഫുൾ ഗോഡ്. Faithful God. ഫെയ്ത്ത്ഫുൾ ഗോഡ് എന്ന. ഫെയ്ത്ത്ഫുൾ ഗോഡ്. അപ്പോൾ വിശ്വസ്തതയും സത്യവും ഏതാണ്ട് ഒരേ തരത്തിലുള്ള വിഷയങ്ങളാണ്. സത്യം പറയുന്നത് കൊണ്ട്, അല്ലെ സത്യവാനായിരിക്കുന്നത് കൊണ്ടാണ് താൻ വിശ്വസ്തനായിരിക്കുന്നത്. സ്തോത്രം. വീണ്ടുമുണ്ട് സങ്കീർത്തനം 36:5, സാംസ് 36:5. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. വിശ്വസ്തത. 89 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. സാംസ് 89:1-2. അവിടെയും നാം അങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും ദയയെക്കുറിച്ചും ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന്, അതായത് ഈ എബ്രായരുടെ ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കും. ദൈവമാണ് വിശ്വസ്തൻ, സത്യവാൻ, ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ. ആ സ്വഭാവം എബ്രായ ലേഖകനെടുത്ത് ആർക്ക് നൽകിയപ്പോൾ? യേശുവിന്. അപ്പോൾ നിങ്ങൾ യഹൂദന്മാർ വിശ്വസിക്കുന്ന യഹോവയായ ദൈവത്തിൻ്റെ അതേ സ്വഭാവ വിശേഷതകളുള്ള ആളാണ് നിങ്ങളിപ്പോൾ അവിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്ന, പണ്ട് വിശ്വസിച്ച, ഇപ്പോൾ നിരസിക്കാൻ തുടങ്ങിയിരിക്കുന്ന യേശു. അപ്പോൾ യഹോവയായ നിങ്ങളുടെ ദൈവവും യേശു ക്രിസ്തുവും തത്തുല്യരാണ്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ദൈവത്വത്തെ, യേശുവിൻ്റെ വിശ്വസ്തതയെ, യേശുവിൻ്റെ സത്യത്തെ ഇവിടെ ലേഖകൻ വിളംബരം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ അന്ന് തൃത്വം പഠിച്ച സമയത്ത് പഠിച്ചതാണെങ്കിലും ഇപ്പോഴത്തെ കുറച്ച് വർഷങ്ങളായല്ലോ, അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ദൈവം വിശ്വസ്തൻ എന്ന് വച്ചാൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് ഓൺ നേച്ചർ. നമ്മൾ തിമോഥെയോസിനുള്ള ലേഖനത്തിൽ നിന്ന് വായിച്ചല്ലോ, ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തിന് വ്യാജം പറവാൻ കഴിയുകയില്ല, മാറിപ്പോകാൻ കഴിയത്തില്ല. കാരണം എന്താ? ദൈവം ദൈവമാണ്. ദൈവം ഒരിക്കലും ദൈവമല്ലാതെ ആകുന്നില്ല. സ്തോത്രം. ദൈവം ഒരിക്കലും ദൈവമല്ലാതെ ആകുന്നില്ല. അതുകൊണ്ടാണ് നാം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന്. അതിൻ്റെയും അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദൈവത്തിന് വികാരമില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന, അപ്പം നമ്മൾ കരഞ്ഞാലൊന്നും ദൈവത്തിനൊന്നും തോന്നത്തില്ലല്ലേ എന്ന് കരുതരുത്.
ദൈവത്തിന് വികാരങ്ങളുണ്ട്. ബിക്കോസ് ഗാഡ് ഈസ് എ പേഴ്സൺ, ഗാഡ് ഹാസ് ഇമോഷൻസ്. ദൈവം ഒരു വ്യക്തിയായതുകൊണ്ട് വികാരങ്ങളുണ്ട്. എന്നാൽ യാക്കോബ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളെപ്പോലെ വികാരത്തള്ളലിൽ സ്വഭാവം ത്യജിക്കുന്ന ആളല്ല ദൈവം എന്ന. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഒരാൾ കരഞ്ഞു കാണിച്ചാൽ നമ്മുടെ മനസ്സലിയും. നമ്മൾ വികാരാധീനരായി തീരാറുണ്ട്. പക്ഷെ ദൈവം അങ്ങനെ ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഉപവാസമെന്നും പറഞ്ഞ് നിരാഹാര വ്രതം ഇരുന്ന് ചാകാറായാലും നമ്മൾ പറയുന്ന കാര്യമൊന്നും സാധിപ്പിച്ചു തരുന്ന ദൈവമല്ല. അങ്ങനെയുള്ള വികാരാധീനത ദൈവത്തിനില്ലെന്നാണ് അർത്ഥം, അല്ലാതെ വികാരമില്ലെന്നല്ല. അപ്പോൾ ദൈവത്തിന് മാറ്റമില്ല. അപ്പോൾ ദൈവം വിശ്വസ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിൻ്റെ ദൈവത്വമെന്ന സ്വഭാവത്തോട് ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനായിരിക്കുന്നുവെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? God is faithful first of all to his own characteristics. This is a self-loyalty to his deity. God is faithful to his nature for what he is. ദൈവം എന്തായിരിക്കുന്നു, ദൈവത്തിൻ്റെ ആ ആളത്വത്തോട്, ആ പ്രകൃതത്തോട്, ആ സ്വഭാവത്തോട് വിശ്വസ്തത കാണിക്കുന്നു എപ്പോഴും, എല്ലാ സമയത്തും. അതുകൊണ്ടാണ് ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയാത്തത്. ഒരിക്കൽ ഞാൻ ഒരാളിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊന്ന് കാണണം, അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ആളെനിക്ക് പ്രൈസ് ദി ലോർഡ് ഒക്കെ പറയാൻ കയ്യും കൊണ്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രൈസ് ദി ലോർഡ് കൊടുക്കാതെ പറഞ്ഞത്, എനിക്ക് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈതരാം, പ്രൈസ് ദി ലോർഡ് ഒക്കെ പറയാം. മുഖമൊക്കെ ആളിൻ്റെതങ്ങ് ചുരുങ്ങി. ഒരു യോഗസ്ഥലത്ത് വെച്ചായിരുന്നു. ഞാൻ തിരികെ വീട്ടിൽ വന്നു. ആ ആളും തൻ്റെ വീട്ടിൽ പോയി എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് സംസാരിക്കാനുള്ളത്? ആത്മീയ കാര്യം വല്ലതും ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെങ്ങും വന്ന് സംസാരിക്കരുത്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം, ഒറ്റയ്ക്ക് സംസാരിക്കാം. ഞാൻ തിരിച്ചു ചോദിച്ചു, ആത്മീയ വിഷയങ്ങൾ ആണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആത്മീയമല്ലാത്തതായിട്ടുള്ളത്? അതിനുശേഷം ഞങ്ങളെ ചർച്ചിലെ ഒരു യോഗത്തിൽ വെച്ച് ഞാൻ ചർച്ചിലെ ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രദർ, നിങ്ങൾ എപ്പോഴൊക്കെയാണ് ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി അല്ലാതിരിക്കുന്നതെന്ന്. നമ്മൾ ദൈവമക്കൾ അല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളില്ലേ? ദൈവമക്കൾ അല്ലാതെയായി തീരുന്ന സന്ദർഭങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അല്ലെന്നൊക്കെ പറയും.
അപ്പോൾ ചോദ്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയായിരിക്കുന്നത് ഈ ആഴ്ചയിൽ 7 ദിവസത്തിൽ ഏത് ദിവസമാണ്? ഇപ്പം പറയണ്ട, ചിന്തിച്ചാൽ മതി. നമുക്കറിയാം. ഇനി നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സ്ഥിതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ സൺഡേ എന്നേ പറയൂ. ഞാൻ ഒത്തിരി അടുത്ത് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ സൺഡേയിൽ തന്നെ എപ്പോഴാ? സഭായോഗം നടക്കുന്ന സമയത്താണ്. ഈ സഭായോഗത്തിനകത്ത് തന്നെ എപ്പോഴാ? അത് തിരുവത്താഴമുള്ള ദിവസം. ഇതിനെയാണ് നമ്മൾ കുറെ നാൾ മുമ്പ് പാട്ടയും ക്രിസ്ത്യാനിറ്റി എന്ന് വിളിച്ചത്. ഭാഗികമായ ക്രിസ്ത്യാനിത്വം. നമ്മളിതുപോലെ ദൈവമക്കളല്ലാതെയായിത്തീരുന്നു, വിശുദ്ധരല്ലാതെയായിത്തീരുന്നു, പാസ്റ്റർ അല്ലാതെയായിത്തീരുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു സഭയിലെ വിശ്വാസി ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ചില പ്രത്യേക വിഷയങ്ങൾ പറയാനൊക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇടത്തിലെ പാസ്റ്റർ എല്ലാ യോഗത്തിനും പറയുമെന്ന്, ദേ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പാസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു പച്ച മനുഷ്യനാണ്. അപ്പം പാർട്ട് ടൈം ക്രിസ്ത്യാനിറ്റി, പാർട്ട് ടൈം മിനിസ്ട്രി പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ ഇതുപോലെ നമ്മുടെ കർത്താവ് ദൈവമല്ലാതെയാകുന്ന സന്ദർഭം വല്ലതും ഉണ്ടോ? ഇല്ല. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ വാക്ക് പറഞ്ഞത് കർത്താവ് ഇങ്ങ് തരും, വാക്ക് പാലിക്കും, പാലിക്കാതിരിക്കത്തില്ല എന്നതല്ല. ഗാഡ് കീപ്സ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഹിസ് ഓൺ നേച്ചർ. He cannot behave like he is not God. ദൈവമല്ല എന്ന നിലയിൽ ദൈവത്തിനൊരിക്കലും ആരോടും, നമ്മോട് മാത്രമല്ല ആരോടും, എന്തിനേറെ സാത്താനോട് പോലും ഇടപെടുവാൻ കഴിയില്ല. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ? ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, ഒരു വാക്യത്തിന്റെ റെഫറൻസ് ഉണ്ടല്ലോ, ദൈവം വക്രനോട് വക്രനാണ്, വക്രത കാണിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിലുണ്ട്. അതില് ഹിന്ദിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ജോ ടൈഡാ ഹെ ഉസ്സേ വോ തിർജ ബൻതാ ഹെ. ഞാനതിന് പറയുന്നത്, ഈ വളഞ്ഞിരിക്കുന്നവനോട് ദൈവം പാതാളകരണ്ടിയായിത്തീരുമെന്ന്. പഴയവർക്കും കേരളത്തിലുള്ളവർക്കും ഒക്കെ പാതാളകരണ്ടി എന്നൊന്നും അറിയായിരിക്കും. ഇപ്പൊ പിന്നെ കേരളക്കാർക്കും അറിയത്തില്ല, കാരണം ഇന്ന് വെള്ളം കോരുന്നൊന്നുമില്ലല്ലോ. പണ്ട് വെള്ളം കോരുന്ന സമയത്ത് തൊട്ടിയും കയറും പൊട്ടി കിണറ്റിൽ വീഴുന്ന സമയത്ത് ഇറങ്ങാതെ എടുക്കാൻ പറ്റുന്ന ഒത്തിരി കൊളുത്തുകളുള്ള ഒരു സാധനമാണ് പാതാളകരണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു കൊളുത്തുകളാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ വായിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ അവനും നമ്മെ തള്ളിപ്പറയും. കഴിഞ്ഞ ദിവസവും നമ്മൾ കൺഫഷൻ, ഏറ്റുപറച്ചിലിൻ്റെ വിഷയത്തിലും മത്തായി 10-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചായിരുന്നു. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുവാൻ നാണിക്കുന്നവർ
അവരെക്കുറിച്ച് ഞാനും എന്തു ചെയ്യും? എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പാകെ ഏറ്റുപറയുവാൻ നാണിക്കും. മറ്റൊന്ന്, അതിൻ്റെ അർത്ഥം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് വക്രനോട് വക്രനായിരിക്കുന്നു. സ്തോത്രം. നേരുള്ളവനോട് നേരുള്ളവനായിരിക്കുന്നു. പക്ഷേ ദൈവം തൻ്റെ സ്വഭാവം അവിടെ ത്യജിക്കുകയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട്, വിശ്വസ്തതയിൽ നിന്നുകൊണ്ട്, സത്യസന്ധതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ 10, 21, 22 സ്വഭാവങ്ങൾ സമന്വയിച്ചാണ് ദൈവത്തിലുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം ഭാരം കുറഞ്ഞതും ഒരെണ്ണം ഭാരം കൂടിയതുമല്ല. ഈ 22 സ്വഭാവങ്ങളും ഒരുപോലെ ദൈവത്തിൽ ബാലൻസ്ഡ് ആണ്. അപ്പോൾ വക്രനോട് വക്രൻ എന്ന് അവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാ: ദൈവത്തിൻ്റെ നീതിയുടെ നടത്തിപ്പ്. പക്ഷെ ദൈവം നീതി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയോ സ്നേഹമോ കോംപ്രമൈസ് ആകുന്നില്ല. സ്തോത്രം. കാരണം എന്താ? ദൈവം ന്യായാധിപനും കൂടെയാണ്, നീതിയുള്ള ന്യായാധിപതി കൂടെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ദാവീദിനോട് പോലും ദൈവം അങ്ങനെയാ ചെയ്തത്. പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ പ്രകൃതത്തെ നിഷേധിക്കുന്നതായ ഇടപെടലുകൾ അല്ല. ആരോട് ദൈവം ഇടപെട്ടാൽ, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സാത്താനോട് പോലും ദൈവം നീതിമാനായിരിക്കുന്നു. അവന് പോലും എന്നോട് അന്യായം ദൈവം ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. മറ്റെന്തെങ്കിലും? ഇങ്ങനെ സകലത്തിലും വിശ്വസ്തനായ ഒരു കർത്താവിനെ നമുക്ക് സ്വന്തമായി ലഭിച്ചല്ലോ. അതുകൊണ്ട് നമ്മുടെ ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിട്ടും കൂടെ ദൈവം തൻ്റെ സ്വഭാവം ത്യജിക്കാതെ നമ്മോട് വിശ്വസ്തമായിട്ടിടപെട്ടത്. നമുക്കും ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കാൻ എന്നെ ഒരുക്കണമേ. 2 കാര്യങ്ങളിലാണ് പ്രധാനമായും നമുക്ക് വിശ്വസ്തത വേണ്ടത്. ഒന്ന്, ദൈവം നമ്മോട് പറയുന്ന, നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ. 2, നമ്മുടെ സമർപ്പണങ്ങളിൽ, തീരുമാനങ്ങളിൽ. സ്തോത്രം. ഈ 2 മേഖലകളാണ് നമുക്ക് വിശ്വസ്തത വേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ. In whatever God commands us, whatever He entrusts us, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സകല കാര്യങ്ങളിലും. 2, നമ്മൾ ദൈവത്തോട് ഏൽക്കുന്ന, നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ. ഈ 2ലും നമുക്ക് വിശ്വസ്തത പുലർത്തണം. ദൈവം അത് ചെയ്യുന്നു. അത് 1-2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ ചിന്തിക്കാം. സ്തോത്രം. വിശ്വസ്ത മഹാപുരോഹിതനായ യേശു നമുക്ക് വേണ്ടി ഇന്നും പിതൃസന്നിധിയിൽ ഉള്ളതിനാൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. ക്രിസ്തുവിനെ പോലെ
നമുക്കും വിശ്വസ്തരായിരിക്കാം. നമ്മൾ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് പോലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളി കേൾക്കേണ്ടതിന് അല്പമേ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളെങ്കിൽ അതിൽ പോലും നമുക്ക് വിശ്വസ്തരാകാം. അല്പമല്ല, നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ദൈവം നമ്മെ ആദ്യം ഏൽപ്പിച്ചിട്ടുള്ളത് എന്താ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസമാണ്. നമുക്കെല്ലാവർക്കും തുല്യമായിട്ടാണ്. പിന്നെ പൈസയോ കഴിവോ ആരോഗ്യമോ സമയമോ അങ്ങനെയുള്ള ചില കഴിവുകൾ അഥവാ താലന്തുകൾ മാത്രമാണ് ഏറ്റക്കുറച്ചിലുകളുള്ളത്. സ്തോത്രം. അത് രണ്ടാമത്തെ കാര്യമാണ്. അതിൽ വിശ്വസ്തത പുലർത്തുക എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആദ്യത്തെ കാര്യം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന വിശുദ്ധ കൽപ്പനകളിൽ വിശ്വസ്തരാവുക. പത്രോസിന്റെ ഭാഷയാണ് വിശുദ്ധ കൽപ്പനകൾ. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങളിൽ. യൂദായുടെ വാക്കുകളാണ് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം. പൗലോസും അതുപോലെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വിശ്വസ്തരാകാം. പിന്നെ സമയാസമയങ്ങളിൽ നമ്മൾ കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടിയിലും അങ്ങനെ വിശ്വസ്തരായിരുന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കും ചെല്ലാം. അവിടുന്ന് നമ്മെയും പിതാവിൻ്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ അഭിമാനത്തോടെ ഏറ്റുപറയും. ആ അനുഭവത്തിനായി നമുക്കൊരുങ്ങാം, നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.